എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണ് എന്നും പറയുന്ന പോലെ തന്നെ. നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളി കേട്ടോ. ഇതിപ്പോൾ അമൃതപ്പൊടിയാണ്, ഇപ്പം എല്ലാവർക്കും അറിയാം. നാട്ടിൽ നഴ്സറിയിൽ ഒക്കെ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. നമുക്ക് ഇത് അടുത്ത വീട്ടിലുള്ള ഒരാൾ തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ 2 പാക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതിലിപ്പോൾ എഴുതിയിട്ടുള്ളത് 6 മാസം തൊട്ടിട്ട് 3 വയസ്സ് വരെ കൊടുക്കാമെന്നുള്ള ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്തായാലും ഞാനും ഒക്കെ ഇപ്പോൾ വലുതായതല്ല, അപ്പം ഞാനൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനിത് വെച്ചിട്ട് ഒരു നല്ല അടിപൊളി പായസം ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ ആവശ്യത്തിന് ഞാൻ കസ്റ്റാർഡ് എടുക്കുന്നുണ്ട് കേട്ടോ. 2-3 സ്പൂണ് കസ്റ്റാർഡും വെച്ചിട്ട് പാലൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ അതാ ഞാൻ ശർക്കര പാനി വെച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ശർക്കര എടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിതാ വലിയ സ്പൂണിന് ഒരു 4 സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ അത് കട്ടായി പോകാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പാൽ ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കട്ടെ കേട്ടോ. ആവശ്യമുള്ള പാല് പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ലേശം ഒന്ന് കട്ടിയായിട്ട് വരുമ്പോൾ, ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ 2 ഏലക്ക കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചതില്ല, ഇനി പൊടിക്കണം. നാട്ടിൽ വന്നിട്ട് അതിന് മാത്രം ഒന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ശർക്കര പാനി വെച്ച് കൊടുക്കുന്നത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കേ. ഞാനിതാ ഒരു സ്പൂണ് കസ്റ്റാർഡ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അമൃതപ്പൊടി തന്നെ കട്ടയായിട്ട് വരുന്നുണ്ട് കേട്ടോ. കട്ടയായിട്ട് ലേശം കുറുകിയിട്ട് വരുന്നുണ്ട്. ഒരു സ്പൂണ് ഒരു നുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും മതി. അപ്പോൾ ഒന്ന് കലക്കി കൊടുക്കാം. കുറച്ച് ഞാൻ ശർക്കര കുറച്ചാണ് ഇട്ടത്. അപ്പം അതിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. കസ്റ്റാർഡ് ഒഴിക്കുന്നതാണേ. അപ്പോൾ കസ്റ്റാർഡ് ഒഴിക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കുടിക്കാൻ നല്ലതാണ്, പിന്നെ ആരോഗ്യത്തിനും നല്ലതാണല്ലോ അല്ലേ അമൃതപ്പൊടി. അപ്പോൾ അമൃതപ്പൊടി ഉള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. നാട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല രുചിയായിരിക്കും. നല്ലോണം കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കുറച്ചും കൂടെ പാല് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഫ്രഷ് മിൽക്കാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ കട്ടയാണ്, ഐസായതാണ് കേട്ടോ. ഒന്ന് ഇതിലിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ശരിയായിട്ട് വരും. നമ്മുടെ അമൃതപ്പൊടിൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ട് നമുക്കൊന്ന് 2 മുന്തിരി ഇട്ടിട്ടൊന്ന് നെയ്യിൽ ലേശം ഒന്ന് വറവാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ അടുപ്പ് ഓഫാക്കുന്നു. നെയ്യ് കട്ടിയായിട്ടാണ്.
അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പായസത്തിൽ ഒന്ന് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒന്ന് കാപ്പാടിനോടൊന്ന് കമൻറ്റ് പറയണം കേട്ടോ. നമ്മൾ എന്തായാലും വെറുതെ നമ്മളൊന്ന് അലങ്കരിക്കുന്നതെന്ന് മാത്രം കേട്ടോ. നെയ്യിൽ വറുത്തതാണ്, അപ്പോൾ കളയണ്ടല്ലോ. നമ്മളതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കളർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ നമുക്കിത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് നിങ്ങൾ ഫുള്ളായിട്ട് നമ്മളെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക. നമ്മളെ ചാനൽ ആദ്യമൊക്കെ കുറേ വീഡിയോ ഉണ്ട്, എല്ലാവരും ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു റെസിപ്പി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.